എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. 4 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ 3 മീഡിയം വലിപ്പമുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ സവാളയൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇന്നിവിടെ 2 കപ്പ് ബിരിയാണി റൈസാണ് ഉണ്ടാക്കാനായി എടുത്തിരിക്കുന്നത്. സവാള ബ്രൗൺ നിറമായ ശേഷം 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി കൂടുതൽ അടി പിടിക്കും. പക്ഷേ ഇതിൽ നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് അത് അടി പിടിക്കില്ല. അപ്പം നന്നായി ഒന്ന് പച്ചമണം ആകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്ത ശേഷം നമ്മൾക്കതിലേക്ക് മസാലകൾ ചേർത്താം. 2 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് ചിക്കനും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. മസാലപ്പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചിക്കൻ ചേർത്ത് കൊടുത്ത് മസാലകൾ പിടിക്കുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾക്ക് വെള്ളം ഒഴിക്കാണ്ട് അടച്ച് വെച്ച് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അളവ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. 1 കപ്പിന് 1.5 കപ്പ് എന്നാണ് കുക്കറിൽ. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ച് വെച്ചപ്പോൾ തന്നെ വെന്തു. ഇപ്പോൾ ഒരു 3/4 വേവായി. നമ്മൾക്ക് ആ ബാക്കിയുള്ള വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായി ചൂടായ ശേഷം നമ്മൾക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളം നന്നായി ചൂടായി. നമ്മൾ 2 കപ്പ് അരിയാണ് ഇവിടെ കഴുകി വെച്ചിരിക്കുന്നത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബസുമതി റൈസാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ തന്നെ ചിക്കൻ അര വേവൊക്കെ ആയി. ഇനി ഇതിൽ അടച്ച് അരിയും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ആകും. നമ്മൾ 1 സ്പൂൺ ലെമൺ ജ്യൂസാണ്, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് മല്ലിത്തഴയും പുതിന ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. മല്ലിത്തഴയും പുതിന ഇലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒറ്റ വിസിൽ മതിയാവും ഇതിന്. കൂടുതൽ വിസിലടുപ്പിക്കേണ്ട. 1 വിസിലായി. ആ വിസിൽ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം തുറന്ന് നോക്കുകയും ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. നമ്മുടെ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.